الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم. الله سبحانه وتعالى അവൻ്റെ മഹ്ദ് ഫضൽ കൊണ്ട് നമ്മളുടെ ഈ മജ്ലിസിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായ നിലയിൽ കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവൻ്റെ മഹ്ദ് ഫضൽ കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഭൂമിയിൽ അനവധി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ്റെ അനുഗ്രഹങ്ങളെ കണക്കാക്കാനും തിട്ടപ്പെടുത്താനും സാധിക്കുകയില്ല എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അത്രയേറെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവൻ്റെ അടിമകളായ നമുക്കൊക്കെ തന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടത്, വിലപ്പെട്ടത്, വിലമതിക്കാനാകാത്തത് നമുക്ക് അള്ളാഹു തന്ന പരിശുദ്ധ ദീനാണ്, ഇസ്ലാമാണ്. ഇസ്ലാമാകുന്ന മഹത്തായ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ അള്ളാഹു നമുക്ക് നൽകി എന്നത് അള്ളാഹുവിൻ്റെ വലിയ ഫളലാണ്, ഔദാര്യമാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. അള്ളാഹു നമുക്ക് അവൻ്റെ ഭാഗത്തുനിന്നുള്ള അനുഗ്രഹമായ നിലയിൽ, ഒരു നിഅമത്തായ നിലയിൽ പരിപൂർണമായ ഒരു ജീവിത വ്യവസ്ഥയെ, ജീവിത പദ്ധതിയെ, പരിശുദ്ധ ഇസ്ലാമിനെ നമുക്ക് സമ്മാനിച്ചു. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم
ഇസ്ലാമാകുന്ന നിഅമത്തിനെ അള്ളാഹു നമുക്ക് നൽകിയതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ നമുക്ക് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. ഇസ്ലാമാകുന്ന സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, നമ്മളുടെ ഇടപെടലുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ, എല്ലായിടങ്ങളിലും നമുക്ക് പ്രത്യേക മാർഗദർശനമുണ്ടായിരുന്നില്ല, വഴികാട്ടി ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ തന്നിഷ്ടത്തെ പിന്തുടരുകയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ദീനിൻ്റെ പേരിൽ, ദീനാകുന്ന നിഅമത്ത് നമുക്ക് നൽകിയതിൻ്റെ പേരിൽ നമ്മളുടെ വ്യക്തിജീവിതങ്ങൾ നന്നായി, കുടുംബജീവിതങ്ങൾ നന്നായി. സൂറത്ത് ആല ഇമ്രാനിൻ്റെ ഞാൻ ഇപ്പോൾ പാരായണം ചെയ്ത പരിശുദ്ധ ആയത്തിൽ അള്ളാഹു പറഞ്ഞപ്പോൾ അവിടെ നമ്മളുടെ സാമൂഹിക ബന്ധങ്ങൾ നന്നായി, രാഷ്ട്രീയ ബന്ധങ്ങൾ നന്നായി. അഥവാ അതൊക്കെ എങ്ങനെയാണ് നന്നാക്കേണ്ടത്, എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായ മാർഗദർശനമുണ്ടായി. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. ആ രംഗത്ത് ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിൻ്റെ അരികിലിരുന്ന് അറിയാതെ അതിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു നിങ്ങളുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അള്ളാഹു ഫഅൻഖദകും മിൻഹാ, നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി ഈ പരിശുദ്ധമായ ദീൻ മുഖേന. നമ്മുടെ വിശ്വാസം നന്നാക്കി തന്നു, ഈമാൻ നന്നാക്കി തന്നു. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ. ഈ ഈമാൻ നമുക്ക് കിട്ടുന്നതിന് മുമ്പ്, ഇസ്ലാം നമുക്ക് കിട്ടുന്നതിന് മുമ്പ് മനുഷ്യരുടെ ആരാധനാ കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പടച്ചവൻ പറയാണ്. അത് ആരാധനാലയങ്ങളുടെ മുമ്പിൽ വന്ന് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കുക, തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്യുക, നൃത്തം ചവിട്ടുക, തെയ്യം തുള്ളുക എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ പലജാതി തുള്ളലുകളുടെയും ചില ചെയ്തികളുടെയും ഒക്കെ നാമമായിരുന്നു നിങ്ങളുടെ ആരാധന. അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. ആരാധനയുടെ കാര്യത്തിലാകട്ടെ, വ്യക്തിജീവിതത്തിൻ്റെ കാര്യത്തിലാകട്ടെ, കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലാകട്ടെ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായ ഒരു മാർഗത്തെ അള്ളാഹു നിശ്ചയിച്ചു തന്നു, തുറന്നു തന്നു ഈ പരിശുദ്ധ ഇസ്ലാമിലൂടെ, പരിശുദ്ധ ദീനിലൂടെ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ സാധാരണ പറയാറില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി. ആ അല്ലാഹു നമ്മുടെ മേൽ വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ് ചെയ്തത്. നമുക്ക് ഈമാൻ തന്നു. ഈമാൻ തന്നു എന്ന് പറയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനിലേക്ക് അല്ലാഹു നമ്മളെ വഴി നയിച്ചു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ് വനൂദൂ അൻ തിൽകുമുൽ ജന്നതു ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. അൽഹംദുലില്ലാഹ്, നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഉള്ളു തുറന്ന് ഈ അൽഹംദുലില്ലാഹ് പറയും. അള്ളാഹു ഇന്നേ പറയാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഈ നിഅമത്തിനെ മനസ്സിലാക്കാതെ പോയാൽ ശുക്ർ ചെയ്യാൻ കഴിയില്ല. ശുക്ർ ചെയ്യാതെ പോയാൽ നമ്മൾ ഭാഗ്യദോഷികളായി പോകും. ഇത് വലിയൊരു നിഅമത്താണ്. നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസി സമൂഹം ഉള്ളു തുറന്നുകൊണ്ട് ആഹ്ലാദിക്കുകയും ആ ആഹ്ലാദ തിമർപ്പിൽ അവർ പറയുകയും ചെയ്യുന്ന വചനത്തെ അള്ളാഹു സൂറത്ത് അറാഫിലൂടെ നമുക്ക് ഓതി കേൾപ്പിച്ചു ഇന്നലെ രാത്രി. അതിൽ അള്ളാഹു പറയാം, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗവാതിലിൽ നിന്നുകൊണ്ട് ഉള്ളു തുറന്ന് സന്തോഷത്തോടുകൂടി മുഅ്മിനീങ്ങൾ പറയുന്ന വചനം, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എത്ര നിഅമത്ത് ചെയ്തു. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ നടത്തി വളർത്തി ജീവിപ്പിച്ച് അവസാനം ഈ വാതിലിൽ കൊണ്ടെത്തിച്ചല്ലോ.
ഈ വാതിലിൽ കൊണ്ടെത്തിച്ചല്ലോ. വേറെ ഏതെങ്കിലും ഒരു വാതിലിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടു പോയതെങ്കിൽ എന്താവും അവസ്ഥ അല്ലേ? فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. രണ്ട് തരത്തിലും എനിക്ക് നടക്കാമായിരുന്നു. ആ നടത്തത്തിന്റെ പര്യാവസാനം എങ്ങനെയാകുമെന്ന് എൻ്റെ റബ്ബ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടോ അബദ്ധം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഭാഗ്യദോഷം കൊണ്ടോ ഞാൻ ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയും എൻ്റെ നഫ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഭൗതികമായ ജീവിത സൗകര്യങ്ങളുടെയും സുഖാഡംബരങ്ങളുടെയും പിന്നാലെ ഞാൻ പോവുകയും അത് തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, അതിന്റെ പര്യാവസാനം എന്ന നിലയിൽ ഞാൻ ചെന്നെത്തുന്നത് നരകത്തിന്റെ വാതിലിലാകുമായിരുന്നില്ലേ? നരകത്തിന്റെ വാതിലിലാകുമായിരുന്നില്ലേ? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. നേരെ മറിച്ച് അല്ലാഹു അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു മാർഗം തുറന്നു തന്നു. സ്വർഗത്തിലേക്ക് നടക്കാനുള്ള വഴി എനിക്ക് ഒരുക്കി തന്നു. വനഹൻ നഫ്സ അനിൽ ഹവ, ആ മാർഗത്തിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എൻ്റെ റബ്ബിനെ ഭയന്നുകൊണ്ട് ഖാഫ മഖാമ റബ്ബിഹി, നാളെ ഇതുപോലെ അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന ബോധത്തോടുകൂടി ഓർമ്മയോടുകൂടി ഞാൻ ജീവിച്ചു. അള്ളാഹുവിനെയും അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്നതിനെയും സംബന്ധിച്ച് ഞാൻ ഭയപ്പെട്ടു. വനഹൻ നഫ്സ അനിൽ ഹവ, ആ ഭയപ്പാട് എൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ എൻ്റെ ആശകളെയും ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ഒക്കെ ഞാൻ തടുത്തു നിർത്തി. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചില്ല, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഞാൻ ജീവിച്ചില്ല. എൻ്റെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഞാൻ ജീവിക്കും. ഇപ്പം നമ്മൾ റമദാനിലാണല്ലോ, നോമ്പിലാണല്ലോ. നോമ്പിലൂടെ നമ്മൾ ശീലിക്കുന്നത് അതാണ്. ഒരു പക്ഷേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കിട്ടുന്നതൊക്കെ തിന്നാനും കുടിക്കാനും ഇഷ്ടപ്പെടുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കാനുമാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ, അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് ഞാൻ അവസാനം പോകുന്ന വാതിലിൻ്റെ പേര് നരകമെന്നാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എൻ്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെ പോലെയും ഞാൻ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ജീവിക്കാൻ പഠിക്കുകയാണ്. അതാണ് റമദാൻ എന്ന് പറയും, അതാണ് നോമ്പ് എന്ന് പറയും. അങ്ങനെ ഒരു മനുഷ്യൻ നോമ്പ് പോലെ അമലുകളൊക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കാൻ പരിശീലിച്ച് അവസാനം ചെന്നെത്തുന്ന സ്വർഗത്തിന്റെ കവാടത്തിൽ അവൻ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്ന സന്തോഷ വാർത്ത അള്ളാഹു പറയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ, ഇവിടത്തേക്ക് ഞങ്ങളെ വഴി നടത്തിയവനായ അള്ളാഹു അവനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഒരു പക്ഷേ അള്ളാഹു ഞങ്ങൾക്ക് ഈ മാർഗം തുറന്നു തന്നിരുന്നില്ല എങ്കിൽ, ഞങ്ങൾക്ക് അള്ളാഹു ഈ വഴിയിലേക്ക് നടക്കാൻ ഭാഗ്യം തന്നില്ല എങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുമായിരുന്നില്ലല്ലോ, ഞങ്ങൾ ഒരിക്കലും ഈ വഴിയിലേക്ക് ചെന്നെത്തുമായിരുന്നില്ലല്ലോ. അള്ളാഹു തന്ന നിഅമത്തല്ലേ. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ ഭാഗത്തേക്ക് നിന്നിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാത്തെ ഞങ്ങൾ കേട്ടു, ഒരു വിളി ഞങ്ങൾ കേട്ടു. അൻ ആമിനൂ ബിറബ്ബിക്കും എന്ന ഒരു പറച്ചില്, എന്നൊരു ബോധനം ഞങ്ങൾ കേട്ടു. ഫആമന്ന, അത് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ വിശ്വസിച്ചു. പടച്ചവനെ, ഞങ്ങളൊക്കെ വിശ്വസിച്ചു. അള്ളാഹു നമ്മളൊക്കെ വിശ്വാസികളിൽ പെടുത്തി തരുമാറാകട്ടെ. ഫആമന്ന, ഞങ്ങളൊക്കെ വിശ്വസിച്ചു പടച്ചവനെ. അതുകൊണ്ട് ഫകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളിൽ നിന്ന് ഇതുവരെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ. വതവഫനാ മഅൽ അബ്റാർ, നിന്റെ നല്ല ദാസന്മാരോടൊപ്പം
ഞങ്ങളെയും മടക്കി നിന്നിലേക്ക് വിളിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ബന്ധം, ഞങ്ങളുടെ സ്വന്തം, ഞങ്ങൾ ആരോടൊപ്പം ജീവിക്കുന്നു എന്നൊക്കെ നീ ഞങ്ങളുടെ മേൽ ഈ ചെയ്ത അനുഗ്രഹം പോലെ തന്നെ ഇനിയും അനുഗ്രഹം ചെയ്യണം. ഞങ്ങൾ മോശക്കാരോടൊപ്പമായി പോകരുത്, ഞങ്ങൾ വൃത്തികെട്ടവരോടൊപ്പമായി പോകരുത്, നിന്റെ കോപത്തിനിരയായവരോടൊപ്പം ഞങ്ങൾ ആകരുത്. ഇനിയും ഞങ്ങൾക്ക് നീ തന്ന ഈ ഭാഗ്യത്തെ ബോധ്യപ്പെടുകയും നിലനിർത്തുകയും അവസാനം ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വിളിക്കുമ്പോൾ വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാളന്മാരായ നിന്റെ ഇഷ്ടദാസന്മാരായ നല്ല ആളുകളോടൊപ്പം ഞങ്ങളെയും നീ തിരിച്ചു വിളിക്കണമേ എന്ന് നമ്മൾ ദുആ ചെയ്യുക. ഖുർആൻ അല്ലാഹു നമുക്ക് ഈ ദുആക്കൾ പഠിപ്പിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് കിട്ടിയെന്നുള്ളത്, ദീൻ നമുക്ക് കിട്ടിയെന്നുള്ളത്. ഈ ദീനിലൂടെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഈമാനാണ്, നമസ്കാരമാണ്, നോമ്പാണ്, സക്കാത്താണ്, ഹജ്ജാണ്. ഇതൊക്കെ അള്ളാഹു നമുക്കെന്ന അനുഗ്രഹമല്ലേ? ഇതൊക്കെ നമ്മളെ നമ്മുടെ റബ്ബുമായി ബന്ധപ്പെടുത്തുന്ന, റബ്ബുമായി അടുപ്പിക്കുന്ന അമലുകളായി, നമ്മുടെ ദുനിയാവിൽ നിന്നും ദുനിയാവിൻ്റെ വഞ്ചനകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്ന അമലുകളായി, നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നരകത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന അമലുകളായി. ഈ അമലുകൾ നമുക്ക് തന്നതിനേക്കാളും വലിയ മഹത്വം വേറെ ഒന്നുമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്ലാമാകുന്ന സൗഭാഗ്യത്തെ ഒരു നിഅമത്തായി മനസ്സിലാക്കണം. ഇസ്ലാമാകുന്ന സൗഭാഗ്യത്തെ ഒരു നിഅമത്തായി മനസ്സിലാക്കണം. എന്നിട്ട് ആ ഇസ്ലാമിനെ എങ്ങനെയാണോ അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചത്, അവന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ നമ്മളോട് നിർദ്ദേശിച്ചത്, അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർത്താൻ നമ്മൾ തയ്യാറാകണം. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണമേ എന്നാണ്. ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നിസ്കാരം ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഒപ്പിച്ച് നിസ്കരിച്ചതുകൊണ്ട് മാത്രമായില്ല, നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ നമ്മൾ ചെയ്തതുകൊണ്ട് മാത്രമായില്ല. ഈ അമലുകളൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കണം, നമ്മുടെ ഈമാൻ പൂർണ്ണമാകണം, നമ്മുടെ അമലുകൾ പൂർണ്ണമാകണം, നമ്മൾ അടിമുടി നന്നാകണം, നമ്മുടെ സ്വഭാവം നന്നാകണം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. സാധാരണ നമ്മൾ ഓതുകയും അർത്ഥം വെക്കുകയൊക്കെ ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായമല്ലേ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബാഹ്യമായ നിലയിൽ നിസ്കാരവും അമലുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നതിൻ്റെ പേര് മാത്രമല്ല ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അതിൻ്റെ സത്ത കടക്കണം, ഹൃദയങ്ങളിലേക്ക് അതിൻ്റെ സത്ത. ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിദ്കും മിൻ അഅമാലികും ശൈആ. ഖാലത്തിൽ അഅറാബു ആമന്ന. ചില ആളുകൾ, ഗ്രാമവാസികളായ ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു നബിയെ, ഞങ്ങൾ മൂമിനീങ്ങളായി. ഖുർആൻ പറയാണ്, അല്ലാഹു തആല അവരോട് പറയാനായി കൽപ്പിച്ചു, ഖുൽ ലം തുഅ്മിനൂ, നിങ്ങൾ ഓടി വന്നിട്ട് ഞങ്ങൾ മൂമിനീങ്ങളായി എന്ന് പറഞ്ഞാൽ ആ പറച്ചിലുകൊണ്ട് മാത്രം നിങ്ങളുടെ ഈമാൻ അംഗീകരിക്കപ്പെടുകയില്ല. അങ്ങനെ പറച്ചിലുകൊണ്ട് മാത്രം നിങ്ങളുടെ ഈമാൻ അംഗീകരിക്കപ്പെടുകയില്ല. വലാകിൻ ഖൂലു അസ്ലംന, വേണമെങ്കിൽ ഞങ്ങൾ മുസ്ലിമായി എന്ന് പറയാം. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ മതം മാറി, ഇസ്ലാം ആശ്ലേഷിച്ചു, പുതിയ ഇസ്ലാമിയായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നോ ഇല്ലേ എന്ന് നിങ്ങളുടെ ഒറ്റ വാക്ക് കൊണ്ട് പറയാൻ അനുവദിക്കുകയില്ല. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. അല്ലാഹു പറയാ, അവരുടെ ഹൃദയങ്ങളിലേക്ക്
ഇനിയും ഈമാൻ കടന്നു ചെന്നിട്ടില്ല. നാവിൽ ഈമാൻ വന്നതുകൊണ്ടായോ? നാവിൽ ഈമാൻ വന്നതുകൊണ്ടായോ? നമ്മുടെ നെറ്റിയിൽ നിസ്കാര തഴമ്പ് വന്നതുകൊണ്ടായോ? പ്രിയപ്പെട്ടവർ, എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എന്താ മനസ്സിലാവുന്നത്? നല്ലോണം മനസ്സിലാക്കണം. ചെറിയ ക്ഷീണവും ഉറക്കവും ഒക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ തൂങ്ങിയാലും പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചെറിയ തോതിൽ ആരെങ്കിലും സദസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ഷീണം കാണിച്ചാൽ, ഉറക്കം തൂങ്ങിയാൽ പിന്നെ ഞാൻ ഒട്ടാകെ തളർന്നു പോകും. അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ സംസാരത്തിലൊന്നും ഒരു ഉഷാറുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുക അതിൻ്റെ പ്രസംഗത്തിനൊരു അല്ല. ഞാനിങ്ങനെ കയറിയിരുന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരെയും നോക്കും, ആരൊക്കെയുണ്ട്, എന്തവസ്ഥയിലാണ്, ഓരോരുത്തരുടെ ഹാലെന്താ, എല്ലാം നോക്കും. ഞാൻ എല്ലാം നോക്കിയിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകണം. പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാകണം. എവിടെ ആകണം? പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെ ആകണം? മനസ്സിലാകണം. കാതിലായാൽ പോരാ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡായാൽ പോരാ, നമ്മൾ ഹൃദയങ്ങളിലേക്ക് കടക്കണം. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കടക്കണം. ഇന്നലെ ഞാൻ ഖുതുബ ഓതി. അള്ളാഹു നമ്മുടെ ഖുതുബയും പ്രസംഗവും എല്ലാം നന്നാക്കി തരുമാറാകട്ടെ. പല സഹോദരങ്ങളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. തിരക്കേടില്ല, നല്ലതായിരുന്നു, ഉഷാറായിരുന്നു, അങ്ങനെ. കുറേ നേരത്തിന് ശേഷം ഒരു സഹോദരൻ വന്നിങ്ങനെ അരികിലിരുന്നിട്ട് പറഞ്ഞു, നോമ്പ് തുടങ്ങിയവരെ നല്ല സമാധാനത്തിൽ പോയതാണ്, അത്യാവശ്യം ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, സമാധാനത്തിൽ പോയത്. ഇന്നത്തെ കുത്തുബകളോട് എല്ലാം അലാക്കായി, മരിക്കും എന്ന് പറഞ്ഞിട്ട് ബേജാറ് കുടുങ്ങി. ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ആ സഹോദരൻ, എനിക്ക് വല്ലാത്ത വിഷമമായി. പടച്ചവനെ, വെളുക്കാൻ തേച്ചത് പാണ്ടായോ നമ്മൾ. ഇന്ന് രാവിലെ സുബഹിക്ക് ശേഷം വന്നിട്ട് പറഞ്ഞ്, ഹക്കായിട്ട് ഇന്നലെ രാത്രി ഒരു മിനിറ്റ് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഉറവും മരിക്കും. മനസ്സിലാകുന്നത് കൂടിയാലും കുഴപ്പമാണ് അല്ലേ? മനസ്സിലാകുന്നത് ചിലപ്പോൾ മനസ്സിലാകുന്നത് കൂടുമ്പോഴായിരിക്കും ആളുകൾക്ക് നല്ല സമാധാനത്തിൽ ഉറക്കം ഉണ്ടാവുക. മനസ്സിലാകുന്നത് കൂടുമ്പോഴായിരിക്കുമോ ചിലപ്പോൾ നല്ല സമാധാനത്തിൽ ഇങ്ങനെ ഉറങ്ങുന്നതാണ്. നല്ലോണം മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ സക്കീനത്ത് സമാധാനം കൊണ്ട് ഇങ്ങനെ ഉറക്കം തൂക്കുകയാണ്. അങ്ങനെയും പാടില്ല, അധികം മനസ്സിലാകാനും വേണ്ട. ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. അയാൾ നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇതെല്ലാം കണ്ടിട്ട് ഒരാൾ അടുത്ത് ചെന്നിരുന്നിട്ട്, പ്രസംഗം കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല? മനസ്സിലാവുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, അമൽ ചെയ്യണം, ജീവിതത്തിൽ പകർത്തണം. തലയാട്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് അങ്ങ് ദൂരം പോയിരുന്നു, പള്ളിൻ്റെ പുറത്ത് പോയിരുന്നു. എണീച്ച് പോയില്ല, പള്ളീൻ്റെ പുറത്ത് ഇരുന്നിട്ട് പ്രസംഗം കേൾക്കും. അപ്പോൾ നേരത്തെ ചോദിച്ച ആൾക്ക് സംശയം, ഞാൻ ചോദിച്ചിട്ട് കണിഞ്ഞോ പടച്ചോന്ന്. എന്നിട്ട് ഇയാൾ എണീച്ച് പോയത്. അവിടെ ചെന്നിട്ട് അയാളോട് ചോദിച്ച്, നീ എന്താ എണീച്ച് വന്നത്, എന്താ കേൾക്കാതിരി? അല്ല, ഞാനേ കേട്ട് അങ്ങ് നന്നായി പോകുമെന്ന് എനിക്കൊരു പേടിയായിപ്പോയി. ഇതുപോലെ അങ്ങ് അമൽ ചെയ്താൽ, പറയുന്നത് പോലെ അങ്ങ് അമൽ ചെയ്താലോ എന്നൊരു പേടിയായിപ്പോയി. അങ്ങനെ അമൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ദൂരം വന്നിരുന്നതാണെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നോ? കേട്ട് നല്ലോണം കേട്ടപ്പം ഇതങ്ങ് ഹൃദയത്തിൽ ഇറങ്ങിയാലോ, അമൽ ചെയ്യേണ്ടി വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് ദൂരം നിൽക്കാം. അങ്ങനെ ഓവറായിട്ട് കേട്ട് ഓവറായിട്ട് അമലൊന്നും ചെയ്യണ്ട. അത് തമാശയല്ല കേട്ടോ, അത് നേരായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു, ഒരു അനുഭവമാണ്. അങ്ങനെയുണ്ട് അനുഭവം. ഞാൻ നേരത്തെ പറഞ്ഞത് അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ പരിശുദ്ധ കലാമിലൂടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിലൂടെ, ചരിത്രങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സതുപദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടക്കണം, മനസ്സിൽ കൊള്ളണം. മനസ്സിലാകണമെന്നാണല്ലോ പറയുന്നത്, മനസ്സിലേക്ക് കടക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് അമലായി മാറണം, ജീവിതത്തിന്റെ വികാരമായി മാറണം. വെറുതെ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, വെറുതെ നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ആരാധനാ കർമ്മങ്ങൾ അർത്ഥമില്ലാത്ത തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആചരിക്കുന്നത് കൊണ്ടും കാര്യമില്ല. ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനൂ വലകിൻ ഖൂലു അസ്ലംനാ. അല്ലാഹു പറയാ, അറാബികൾ വന്ന് ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാൻ കൽപ്പിച്ചു, ലം തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനീങ്ങളൊന്നും ആയില്ല. മുഅ്മിനീങ്ങളാവണമെങ്കിൽ ഇനി കുറച്ചും കൂടെ ഒക്കെ കടമ്പകൾ കടക്കാനുണ്ട്. മുഅ്മിനീങ്ങളാകണമെങ്കിൽ നിങ്ങൾ കുറേ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാനുണ്ട്. മുഅ്മിനീങ്ങളാകണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ സഹിച്ചതുപോലത്തെ ത്യാഗങ്ങളൊക്കെ സഹിക്കാനുണ്ട്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله أم حسبتم أن تدخلوا الجنة.
എന്താ നിങ്ങളുടെ വിചാരം? പെട്ടെന്ന് ഒരു പ്രസംഗം കേട്ടിട്ടോ ഒരു പ്രസംഗം നടത്തിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചില്ലറ അമലുകൾ നടത്തിയിട്ടോ വേഗം അങ്ങ് സ്വർഗത്തിൽ പോയേക്കാം എന്നാണോ നിങ്ങൾ കരുതുന്നത്? ആ കരുതൽ തെറ്റാണ്, ആ വിചാരം തെറ്റാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ വലമ്മാ യഅലമുല്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ശരിയായ മുജാഹദയോടുകൂടി, അധ്വാനത്തോടുകൂടി, ത്യാഗപരിശ്രമങ്ങളോടുകൂടി എൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് ഞാൻ നന്നായി പരിശോധിച്ച് നോക്കിയിട്ടല്ലാതെ നിങ്ങൾക്ക് ഈമാനിൻ്റെ കാര്യത്തിൽ സർട്ടിഫിക്കറ്റ് തരൂല. അള്ളാഹു പറയാം. നല്ലോണം പരീക്ഷിക്കും, നല്ലോണം പരിശോധിക്കും. അലിഫ് ലാം മീം أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ألف لام ميم. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുകയാണോ, ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണോ, അയ്യഖൂലു ആമന്നാ, ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം, ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം അവർ വിടപ്പെടുമെന്ന്, അവർ സ്വതന്ത്രരാക്കപ്പെടുമെന്ന്, അവർ അംഗീകരിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുകയാണോ? അങ്ങനെ ഒരിക്കലും മനുഷ്യൻ വിചാരിക്കുകയേ വേണ്ട. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളുകൾ, സ്വർഗം പൂകിയ ആളുകൾ, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ ചരിത്രത്തിന്റെ വരികളിലൂടെ വായിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു. ഖബ്ബാബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നട്ടുച്ച നേരത്ത് കഅബാലയത്തിന്റെ പരിസരത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് വരാം. ആ സമയത്ത് കഅബയുടെ തണലിൽ ചാരിയിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ട്. ഖബ്ബാബ് എന്ന് പറയുന്ന സഹാബി കരഞ്ഞു വിളിച്ച് ഒച്ച വെച്ചുകൊണ്ട് കഅബയുടെ പരിസരത്തേക്ക് വരികയാണ്. അല്ലാ തസ്തൻസുറന യാ റസൂലല്ലാഹ്, അല്ലാ തസ്തൻസുറന യാ റസൂലല്ലാഹ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരു സഹായം തേടിക്കൂടെ? എത്രയായി ഞങ്ങൾ ഇങ്ങനെ സഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അവറുകൾ ഓടി വന്ന് ഈ നിലയിൽ ആവലാതി പറയുമ്പോൾ, കഷ്ടപ്പാടിന്റെ പേരിൽ ദ്വാരക്കുന്നില്ലേ നബിയെ എന്ന് ചോദിച്ചു പോകുമ്പോൾ, അദ്ദേഹം ചെറിയ തോതിലുള്ള ത്യാഗത്തിന്റെ പിന്നിലല്ല ഓടി വരുമ്പോൾ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുതുകിന്റെ പിന്നിൽ നിന്നും ചെറിയ തീയും പുകയും ഒക്കെ പോകുന്നുണ്ട്. ചുട്ടുപഴുത്ത കനലുകളുടെ മീതെ ആ പാവം മനുഷ്യനെ മലർത്തിക്കടത്തി രണ്ടാളുകൾ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയായിരുന്നു. തീക്കനലിന്റെ മേലെ മലർത്തിക്കടത്തി രണ്ടാളുകൾ കാലിലും കയ്യിലും പിടിച്ച് അപ്പുറവും ഇപ്പുറവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. നമ്മൾ സാധാരണ ഇപ്പം ഏറ്റവും പ്രസിദ്ധമായ എല്ലാവർക്കും സുപരിചിതമായ ഒരു ആഹാരമുണ്ട്, അൽഫഹം എന്ന് പറയുന്നത്. അൽഫഹം എന്ന് പറഞ്ഞാൽ എന്താ? അൽഫാം എന്ന് മലയാളികൾ പറയും. അൽഫഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ആ കരിക്കട്ടയിൽ നമ്മൾ തീ ഉണ്ടാക്കുകയും ആ തീ കനലിന്റെ മേലെ വെച്ചിട്ട് രണ്ട് കാല്, ലെഗ് പീസ് ആണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ലെഗ് പീസ് പറയുമ്പോൾ വലിയ എളുപ്പമാണല്ലേ? നമ്മുടെ ജീവിതം എത്ര സുഖകരമായി, നമ്മൾ സുഖകരമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലെഗ് പീസ് അതിനകത്തോട്ട് എടുത്തു വെച്ചിട്ട് നന്നായി ആ കനലിന്റെ മീതെ അല്പസമയം തീ പൊള്ളിച്ചിട്ട് അതിനെ വേവിച്ച് നമുക്ക് തരിക അല്ലേ? അത് നമ്മളിങ്ങനെ ആർത്തിയോടെ കഴിക്കുക, ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് അതിന് കൊടുത്തിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുക, ആഹ്ലാദിക്കുക. അൽഫഹം എന്ന് പറഞ്ഞാൽ ഈ തീക്കനലായിരുന്നു പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന തീക്കനലല്ല. അറേബ്യൻ നാട്ടിൽ അന്ന് അവർ കത്തിച്ചുണ്ടാക്കിയ കനലുകളുടെ മീതെ എപ്രകാരം നമ്മളൊരു ചിക്കൻ്റെ 1-2 കാലുകൾ എടുത്തു വെച്ച് ചുട്ടു തിന്നാൻ ആശിക്കുന്നു, അതുപോലെ പച്ച ജീവനുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തെ ചുട്ടുപൊള്ളുന്ന തീക്കനലിന്റെ മീതെ മലർത്തി കടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. എൻ്റെ മുതുകിൽ നിന്നും അതിലെ കിറ്റ് വീഴുന്ന ചോരയും ചലവും കാരണം ആ തീ അണഞ്ഞു പോകുമായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാ. കുറേ കാലങ്ങൾക്ക് ശേഷം
മുസ്ലിമീങ്ങൾക്ക് ഫുതുഹാത്ത് കിട്ടിയപ്പോൾ, മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയപ്പോൾ, മുസ്ലിമീങ്ങൾ രാജ്യം ഭരിക്കുന്നവരായപ്പോൾ, ഓരോരോ നാടുകൾ ഓരോന്നായി മുസ്ലിം കാൽപാദങ്ങളുടെ കീഴിൽ കീഴടങ്ങിയ കാലഘട്ടത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ നാട് ഭരിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ അദ്ദേഹം ഒരു ചക്രവർത്തിയുടെ റോളിൽ ഇരിക്കുക, അങ്ങനെയൊക്കെ പറയാം, ഒരു പ്രസിഡന്റ് ഷിപ്പിൽ ഇരിക്കുകയാണ് അദ്ദേഹം. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ തന്റെ സദസ്സിലുണ്ടായിരുന്ന പല സഹാബാക്കളെയും ഇങ്ങനെ നോക്കിയിട്ട് അവരിൽ നിന്നും ഒരാളായ ഖബ്ബാബ് ഇബ്നുൽ അറത്തിനെ അരികിലേക്ക് വിളിച്ചു. ഖബ്ബാബ് ഇബ്നുൽ അറത്ത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖബ്ബാബ്, എനിക്കും എന്നെ കേൾക്കാനിരിക്കുന്ന ഈ സദസ്സിനും നമ്മൾ പണ്ട് കാലത്ത് അനുഭവിച്ച ത്യാഗത്തെയും വിഷമത്തെയും സംബന്ധിച്ചിട്ട് ഒന്ന് പറയണം. എന്തിനാ അങ്ങനെ പറയുന്നത്? ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ത്യാഗമൊന്നുമില്ല. ഇന്ന് ഫുതുഹാത്തിന്റെ കാലമാണ്, ഇന്ന് സമ്പന്നതയുടെ കാലമാണ്. ഇന്ന് മദീന പള്ളിയിലും അതിന്റെ പരിസരത്തും സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പഴയ കാലത്ത് നമ്മൾ അനുഭവിച്ച വിഷമങ്ങളെയും പ്രയാസങ്ങളെയും സംബന്ധിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അവറുകൾ ഖലീഫയുടെ കൽപ്പന പ്രകാരം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകളുടെ കൽപ്പന പ്രകാരം എഴുന്നേറ്റ് വന്നു. പറയാൻ പ്രയാസപ്പെട്ടു. കാരണം എന്താ? ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണ്ട് സഹിച്ച ത്യാഗങ്ങളൊക്കെ പറഞ്ഞു പ്രതിഫലം കളയണ്ടല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ പറയാൻ നിർബന്ധിച്ചു. എന്തിനാ പറയാൻ പറയുന്നത്? ഞാൻ ചെയ്ത ത്യാഗങ്ങൾ, ഞാൻ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മന്ത്രിയാകാനും വേണ്ടി അവകാശവാദം ഉന്നയിക്കാനല്ല. അങ്ങനെയാണല്ലോ നമ്മുടെ പുതിയ രാഷ്ട്രീയ സാഹചര്യം, അല്ലേ? നമ്മുടെ പുതിയ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇന്ന് എനിക്ക് കസേര വേണം, അധികാരം വേണം, സീറ്റ് വേണം. സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ പാർട്ടിയിലേക്കൊക്കെ പോകും. പേടിപ്പിക്കുക ആളുകൾ. അപ്പുറത്തെ പാർട്ടിയിലേക്ക് പോകല്ലേ, നീ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ സീറ്റ് ഇവിടെ തരാമെന്ന് പറഞ്ഞു അവനെ അനുനയിപ്പിക്കാൻ ആൾ പിന്നാലെ പോവുക, കോടികൾ കൊടുക്കുക, കുതിര കച്ചവടം നടത്തുക. നമ്മൾ പള്ളിയുടെ മെഹ്റാബിലും മിമ്പറിലും ഇരുന്നുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. വാസ്തവത്തിൽ ഇന്നത്തെ മാന്യന്മാരായ നിലയിൽ നല്ല വസ്ത്രധാരണത്തോടുകൂടി അധികാര കസേരയിൽ ഇരുന്നിട്ട് അതിന്റെ അപ്പകഷ്ണങ്ങളൊക്കെ ഞൊണഞ്ഞിറക്കിയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്ന ആളുകൾ, അവരെ പോലെയല്ല ഈ മഹാത്മാക്കൾ. ഈ മഹാത്മാക്കളുടെ മനസ്സിലും ശരീരത്തിലും അധികാരത്തിന്റെ അല്പം പോലും ഏഷ്യായിട്ടില്ലെന്ന് മാത്രമല്ല, അതിന്റെ സുഖങ്ങളൊന്നും അവർ അനുഭവിക്കാൻ ഇഷ്ടപ്പെട്ടേയില്ല. സാക്ഷാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾക്ക് ഇത്രയേറെ സമ്പന്നതയും ഫുതുഹാത്തുകളും ഒക്കെ കിട്ടി. അദ്ദേഹം വലിയ രാജാവായ നിലയിൽ, വലിയ ഖലീഫയായ നിലയിൽ മുസ്ലിം ലോകത്തെ അടക്കി ഭരിക്കുന്നു. ഓരോ നാടുകളിലേക്ക് മുസ്ലിമീങ്ങൾ സംഘമായി പോയി. പോകുന്നിടത്തൊക്കെ അവർക്ക് വിജയമാണ്, പോകുന്നിടത്തൊക്കെ അവർക്ക് ഫതഹാണ്. അങ്ങനെ ആ നാടിനെ ജയിച്ചടക്കി അവിടുത്തെ സമ്പത്ത് ഗനീമത്തായ നിലയിൽ കൊണ്ടുവന്ന് ഖലീഫയുടെ മുമ്പിൽ സമർപ്പിക്കുക. ഒരു സംഘം മടങ്ങി വന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അവറുകളുടെ മുമ്പിൽ അവിടുന്ന് കൊണ്ടുവന്ന പ്രത്യേക ഗനീമത്തുകളൊക്കെ സമർപ്പിച്ചപ്പോൾ ആ സംഘത്തലവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ഹലുവ സമർപ്പിച്ചു. ഒരു മധുരപലഹാരം. ഹലുവ എന്ന് ഞാൻ പറഞ്ഞത് ഒരു മധുരപലഹാരം. ഉമർ റളിയല്ലാഹു അൻഹു അവറുകൾ നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താ സാധനം? അപ്പോൾ വന്ന ആളുകൾ പറഞ്ഞു, ഖലീഫ, ഞങ്ങൾ പോയ നാട്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം മക്കത്തും മദീനത്തും തുടക്കം മുതൽ ഉണക്കറൊട്ടി അതൊന്ന് നനച്ചു തിന്നാൻ സിർക്കയും ഉപ്പും പോലും ഇല്ലാതെ മുഴുപ്പട്ടിണി മാത്രം അനുഭവിച്ച് ശീലിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുരോഗമിച്ച രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര പോയപ്പോൾ അവിടുത്തെ ആഹാര രീതികൾ കണ്ട് പലപ്പോഴും ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ അങ്ങനെ സഹാബാക്കൾ ഇന്നത്തെ നമ്മുടെ നോമ്പുറേൻ്റെ സമയത്തെങ്ങാണ് ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും അല്ലേ? നമ്മുടെ നോമ്പുറ, കണ്ണൂരിൻ്റെ തലശ്ശേരിൻ്റെ നോമ്പുറ, അങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടുത്തെ ഇഫ്താർ ഞങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു, അവിടുത്തെ അത്താഴം കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു, അവിടുത്തെ ആഹാര രീതികൾ കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അവിടെ ഏറ്റവും കൂടുതലായി വളരെ മധുരമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പലഹാരം കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ നിന്നും അല്പം എടുത്തു അങ്ങേക്ക് സമർപ്പിക്കാൻ വേണ്ടി. ഖലീഫ, അങ്ങേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടാൽ മടങ്ങി വരുമ്പോൾ അതിൽ നിന്നും കുറച്ച് നമ്മൾ വാങ്ങും, നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ സന്നിധിയിൽ വന്ന യാത്രാ സംഘത്തിൽപ്പെട്ട ആളുകൾ ആ ആഹാരം സമർപ്പിച്ചു. സ്നേഹത്തോടുകൂടി തൻ്റെ മുമ്പിൽ വെക്കപ്പെട്ട ആഹാരത്തെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത് അതിൽ നിന്നും അല്പം തൻ്റെ വായിൽ വെച്ച് രുചിച്ചു നോക്കി.
എന്നിട്ട് കാർക്കിച്ച് തുപ്പി എന്നിട്ട് പറഞ്ഞു, ഈ ആഹാരം നിങ്ങൾ ജയിൽവാസികൾക്ക് കൊണ്ടുപോയി തീറ്റുക എന്ന് പറഞ്ഞു. ഈ ആഹാരം ജയിൽവാസികൾക്ക് കൊണ്ടുപോയി തീറ്റുക എന്ന് പറഞ്ഞു. എന്താ കാരണം? ജയിൽവാസികൾക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പറ്റുന്നതല്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇത് ഹറാമായതുകൊണ്ടാണോ? തിന്നാൻ പാടില്ലാത്തതായതുകൊണ്ടാണോ? ഒന്നുമല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, സഹാബാക്കളെ, സഹോദരങ്ങളെ, എങ്ങാനും നമ്മൾ ഈ തരത്തിൽ വലിയ രുചിയുള്ള, മധുരമുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ തിന്നുകയും അത് ശീലമാക്കുകയും ചെയ്താൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ നിലനിർത്തിയ ഈമാനിയായ, ഇസ്ലാമികമായ, സാംസ്കാരികമായ ആ നല്ല അവസ്ഥകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ദീർഘവീക്ഷണം എത്ര വലുതാ പ്രിയപ്പെട്ടവർ, എത്ര. ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരതിരുകളും ഇല്ല. ഉണ്ടോ? ഒരതിരുകളുമില്ല. ആഹാരത്തിൻ്റെ കാര്യത്തിലാകട്ടെ, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, വീട് വെക്കുന്ന കാര്യത്തിലാകട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം നമ്മൾ ഒരുതരം മാത്സര്യ ബുദ്ധിയോടുകൂടിയാണ് മുന്നേറുന്നത്. ആർക്കും മതിയാകുന്നില്ല, തൃപ്തിയാകുന്നില്ല. എന്നാൽ തൽക്കാലം ഇതൊക്കെ കിട്ടിയില്ല, അൽഹംദുലില്ലാ, സമാധാനമായി ജീവിക്കാം എന്ന് ഒരാൾക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? പുതിയ പുതിയ സുഖങ്ങൾ തേടിപ്പോവാണ്, പുതിയ രസങ്ങൾ തേടിപ്പോവാണ്. ആഹാരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, വാഹനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, വസ്ത്രത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും നമ്മൾ വീണ്ടും പുതിയ ഫാഷനുകൾ നോക്കുക, പുതിയ പ്രൊഡക്റ്റുകൾ നോക്കുക. നമ്മുടെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ അവരുടെ ഉത്തരവാദിത്തം പോലെയാണ് പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അതിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി ഓരോ ദിവസവും നമ്മൾ ഓരോന്ന് പരീക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കാണുകയും പറഞ്ഞു തള്ളുകയും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അപകടകരമാണ്. നമ്മളുടെ സാമ്പത്തിക നിലവാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെ പ്രധാന കാരണം അതിരില്ലാതെയുള്ള നമ്മുടെ അത്യാഗ്രഹങ്ങളാണ്. ആഹാരത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ, വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മളുടെ മനസ്സിനെ അടക്കി ഭരിക്കുന്ന അത്യാഗ്രഹങ്ങളാണ് സാമ്പത്തിക രംഗത്ത് നമുക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആരെ നമ്മൾ സമീപിച്ചിട്ട്, ചില ആളുകൾ റമദാനിലും മറ്റുമൊക്കെ നമ്മളെ സമീപിക്കുമ്പോൾ അവർക്ക് നമ്മൾ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലൊരു എമൗണ്ട് എടുത്തു കൊടുത്താലും ആ എമൗണ്ട് കയ്യിൽ വാങ്ങിയിട്ട് ഒരു സന്തോഷമില്ലാതെ പ്രതികരിക്കും. എൻ്റെ അനുഭവം ഞാൻ പറയാം, ഒരു സന്തോഷമില്ലാതെ. ശരിക്കും ആ വന്ന മനുഷ്യന് ഞാൻ ആ കൊടുക്കുന്ന എമൗണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ടാണ്. പക്ഷെ അയാളുടെ മനസ്സിലും അയാളുടെ മുഖത്തും ഒരു സന്തോഷമില്ല. എന്താ കാരണം? അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇതൊന്നും കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. മാസത്തിൽ ഞാൻ അടയ്ക്കുന്ന പലിശ അടച്ചില്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കുടിശ്ശിക. അതുപോലെ ചില ആളുകൾ, ഞാൻ എൻ്റെ അനുഭവങ്ങൾ കുറേ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊക്കെ വിഷമാവും. അണ്ണാച്ചിയെ പോറ്റണം, അല്ലേ? അണ്ണാച്ചിയെ പോറ്റണം, ബ്ലേഡുകാരനെ പോറ്റണം, ബാങ്കുകാരനെ പോറ്റണം. റമദാനല്ലേ, ഒന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞ ആളുകൾ ഫോൺ വിളിക്കുക ആദ്യം. റമദാനല്ലേ, ഒന്ന് ദ്വാരക്കണേ. എന്താ ദ്വാരക്കേണ്ടതെന്ന് ഞാൻ അയാൾ പറയുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കും. അധിക പേരും കടബാധ്യതയെക്കുറിച്ചിട്ടാണ് പറയുക. കടബാധ്യത എന്ന് പറഞ്ഞാൽ കടം തീരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാം, അള്ളാഹു എല്ലാവരുടെ കടങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ കടം വാങ്ങിയത് പടച്ചവൻ അനുവദിക്കാത്ത മാർഗത്തിലൂടെ ആണെങ്കിൽ അതിനുവേണ്ടി ദ്വാര എന്നാൽ എവിടെ സഹിയാവാനാ, എവിടെ കബൂലാകാനാ? വലിയ പ്രയാസമാണ്. അത് ഞാൻ പരസ്യമായ നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് തുറന്നു പറയാണ്. നമ്മൾ വാങ്ങിയ കടം, ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൻ്റെ അത്യാവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടം വാങ്ങിപ്പോയാൽ തിരിച്ചു കൊടുക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് അവൻ വാങ്ങിയതെങ്കിൽ അവനെ സഹായിക്കുന്നത് അള്ളാഹു അവൻ്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും മനസ്സിലാക്കണേ, ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിലെ അത്യാവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല നിലയിൽ കടം വാങ്ങി അത് കൃത്യമായി തിരിച്ചു കൊടുക്കുമെന്ന ഉറപ്പോടുകൂടി അങ്ങനെയാണെങ്കിൽ അവനെ സഹായിക്കുന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയായി അവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. കടം ബാധ്യതയാക്കി മരിക്കുന്നത് വലിയ പാപമാണ്. കടം ബാധ്യതയാക്കി മരിക്കുന്നത് വലിയ ഭാഗ്യദോഷമാണ്, വലിയ പാപമാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടം വാങ്ങൽ ഇസ്ലാമിൽ തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതാണ്. കടം വാങ്ങൽ ഇസ്ലാമിൽ തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതാണ്. അഥവാ കടം വാങ്ങണമെങ്കിൽ ശരീഅത്തിന്റെ നിയമങ്ങൾ ഫിഖ്ഹിന്റെ കിതാബിൽ ഉസ്താദന്മാരോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാകും എപ്പോഴാണ് ഒരാൾക്ക് കടം വാങ്ങാൻ അനുവാദം ഉള്ളത്, എത്രയാണ് കടം വാങ്ങാൻ അനുവാദം ഉള്ളത്, ആ കടം വാങ്ങുന്നതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, അത് തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയും എത്രത്തോളം വലുതാണ്,
എങ്ങാനും കടം ബാക്കിയാക്കി മരിച്ചു പോയാൽ ആ മരിച്ചവന്റെ മേൽ മയ്യത്ത് നമസ്കരിക്കാൻ നിങ്ങൾ എന്നെ വിളിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസാണ്. മനസ്സിലാവുന്നുണ്ടോ? ചിലതൊന്നും നമ്മൾ പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം മനസ്സിലായിട്ട് കാര്യമൊന്നുമില്ല. ഈ കടത്തിൽ നിന്ന് ഊരി വരണ്ടേ? എങ്ങനെ ഊരി വരിക? ഊരി വരുന്നത് വരെ ഇത് മനസ്സിലാകാണ്ട് നിന്നാൽ മതി എന്നാ വിചാരിക്കുക ചില ആളുകൾ. കടങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുകയും അത്തരം വലിയ കടബാധ്യതയോടുകൂടി ഭൂമിയിൽ നിന്ന് മരിച്ചു പോവുകയും ചെയ്ത ഒരു മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ കൊണ്ടുവച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. സാധാരണ പോലെ തങ്ങളുടെ ഒരു അനുയായി, ഒരു സഹാബി, ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിന് ഭയങ്കര താല്പര്യമായിരുന്നു, വലിയ ആവേശമായിരുന്നു അല്ലേ? നമ്മളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ഒരു രോഗിയെ സന്ദർശിക്കണം, ഒരു മയ്യത്തിനെ, ഒരു ജനാസയെ പിന്തുടരണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ഇറങ്ങി വന്നു. നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് പതിവ് പോലെ തങ്ങൾ സദസ്സിനോട് ചോദിച്ചു, ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഈ മനുഷ്യന്റെ സാമ്പത്തിക രംഗം എങ്ങനെയാണ്? സാമ്പത്തിക അവസ്ഥ എന്താണ്? ഇതൊക്കെ ചോദിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ മനുഷ്യനെ കുറിച്ചിട്ട് നൽകപ്പെട്ട മറുപടിയിൽ അയാൾക്ക് ഒരുപാട് കടവും കഷ്ടപ്പാടും ഒക്കെ ഉള്ള ആളാണ്, കടബാധ്യതയുള്ള ആളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ അയാൾക്ക് വേണ്ടി നമസ്കരിച്ചോളൂ. കടം ബാക്കിയാക്കി പോയ ഒരു മനുഷ്യന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ശുപാർശ ചെയ്താൽ, മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ശുപാർശയല്ലേ, ദുആ അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ ഒരാൾക്ക് ശുപാർശ ചെയ്താൽ ആ ശുപാർശ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ ശുപാർശ ചെയ്യുമ്പോൾ ആലോചിക്കണ്ടേ ഞാൻ ആർക്ക് വേണ്ടിയാ ശുപാർശ ചെയ്യുന്നതെന്ന്? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്തെങ്കിലും ഒരു തെറ്റിൽ കുടുങ്ങി എന്ന് വിചാരിക്കുക, ഒരു കുറ്റത്തിൽ കുടുങ്ങി, പോലീസുകാർ പിടിച്ചോണ്ട് പോയി, ഓടി വന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളൊന്ന് ഫോൺ വിളിക്കണേ പോലീസ് സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ ഇന്ന മന്ത്രിക്ക്, ഇന്ന ആൾക്ക്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്ത് കുറ്റത്തിലാവും കുടുങ്ങിയത് അല്ലേ? എന്ത് കുറ്റത്തിലാവും കുടുങ്ങിയത്? അവൻ കുടുങ്ങിയ കുറ്റം എന്താണെന്നും അവൻ ചെയ്ത വൃത്തികേട് എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ അറിയണം. അറിഞ്ഞിട്ടേ നമ്മൾ വിളിക്കാവൂ. അല്ലെങ്കിൽ കള്ളന് ചൂട്ടുപിടിച്ചവനും കള്ളനാണെന്ന് മലയാളത്തിലൊരു ചൊല്ലില്ലേ, കള്ളന് കൂട്ടുപിടിച്ചവനും കള്ളനാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ വൃത്തികെട്ടവന് റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ നിൽക്കരുത്, അങ്ങനത്തെ വൃത്തികെട്ടവന് റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ നിൽക്കരുത് എന്ന സാമാന്യ മര്യാദ അനുസരിച്ചിട്ട് കടം ബാക്കിയാക്കി പോയ ഒരു മനുഷ്യന്റെ മയ്യത്ത് നമസ്കരിക്കാൻ എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞൊഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവർ, അത് മൊത്തത്തിൽ കേൾക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും കാലമൊക്കെ കഴിഞ്ഞ് സാമ്പത്തികമായി മദീനത്ത് പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടായപ്പോൾ ഇപ്രകാരം ചില മയ്യത്തുകളെ നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിനോട് ചോദിക്കും, ഈ മനുഷ്യന്റെ മേൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ മറ്റോ ബാധ്യതകൾ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കും. ആരെങ്കിലും എഴുന്നേറ്റ് പറയാണ്, എനിക്ക് അയാൾ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ ഈ മനുഷ്യന്റെ ജീവിച്ചിരിക്കുന്ന മകൻ അയാളുടെ കടബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. എന്ത് കടമുണ്ടെങ്കിലും മോനോട് ചോദിച്ചാൽ മതി, മോനെ അന്നത്തെ ദിവസം മാത്രമേ കാണൂ, പിന്നെ കാണലേ ഉണ്ടാവൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മോനെ ബന്ധപ്പെടണമെന്ന് പറയും. പിന്നെ മോനെ ബന്ധപ്പെടുമ്പോഴൊക്കെ ഈ നമ്പർ നിലവിലില്ല എന്നാ പറയാ. അങ്ങനത്തെ ഒരുപാട് മാന്യന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ലക്ഷങ്ങൾ വാങ്ങി കമത്തിയിട്ട് അവസാനം ഇങ്ങനെ നല്ല മാന്യനായി സമൂഹത്തിൽ ജീവിച്ചിട്ട് മരിച്ച് മയ്യത്തായി മലർന്നു കിടക്കുമ്പോൾ ഒറ്റ വാക്കാണ് എഴുന്നേറ്റ് നിന്നിട്ട്, എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ ഇദ്ദേഹം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങ് മാപ്പ് കൊടുക്കണം. സാമ്പത്തികമായ വല്ല ബന്ധവും ഉണ്ടെങ്കിൽ മൂത്ത മോനായ എന്നെ ബന്ധപ്പെടണം എന്ന് പറയാറുണ്ട്. മൂത്ത മോൻ്റെ ഫേസ് കട്ടൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും. പിന്നെ അവനെ നോക്കിയാൽ കാണൂല. ഇതല്ല ഇസ്ലാമികമായ ജീവിത രീതി മര്യാദ എന്ന് പറയുന്നത്. ഇങ്ങനൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുകയും ഈ മനുഷ്യന് സാമ്പത്തികമായ ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ വാരിസുകൾ, അനന്തരാവകാശികൾ അത് ഏറ്റെടുക്കണം. ഇനി അനന്തരാവകാശികൾ ഏറ്റെടുക്കാനില്ലാതെ ഈ സമുദായത്തിലെ പക്കാ ദരിദ്രന്മാരായ സാധുക്കളായ സഹാബാക്കളായ മഹത്തുക്കൾ വഫാത്തായപ്പോൾ, മരണപ്പെട്ടപ്പോൾ അവരുടെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കടബാധ്യതകൾ കൂടുതലാണ്, പക്ഷെ അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാ
ആ മനുഷ്യന്റെ കടബാധ്യതകളുടെ വിഷയത്തിൽ ഇന്നു മുതൽ ഞാൻ ഉത്തരവാദിയാണ്, നിങ്ങൾ എന്നെ ബന്ധപ്പെടണം, ഞാൻ തരാം. കാരണം എന്താ, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളോടുള്ള മുഹബ്ബത്തിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മളെ സ്നേഹിച്ചു, നമ്മളെ ഉപ്പമാർ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഉമ്മമാർ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് എൻ്റെ കയ്യിൽ സാമ്പത്തിക ശേഷിയുണ്ട്, അതുകൊണ്ട് എൻ്റെ അനുയായികളിൽ നിന്നും ആരെങ്കിലും ജീവിതത്തിൽ കടബാധ്യതകളുടെ കടുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ കൊടുക്കാൻ അവൻ്റെ അനന്തരാവകാശികൾക്ക് ശേഷിയുമില്ല എങ്കിലും ഇതാ എന്നെ പിടിച്ചോളൂ, ഞാൻ തരാം, ഞാൻ ഏറ്റെടുക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷമല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടേ ഇല്ല എന്നാ പറഞ്ഞു. നമ്മൾ പറഞ്ഞു വന്നത്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അവറുകൾ കടന്നു വന്ന് തൻ്റെ വേദനകളെയും വിഷമങ്ങളെയും പറയുമ്പോൾ, വിവരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകളുടെ സദസ്സിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സദസ്സിനോട് തൻ്റെ വേദനകൾ പറയാൻ മടിച്ചു. പിന്നെയും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അവസാനമായി അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങൾ എൻ്റെ വർത്തമാനം അധികം കേൾക്കണമെന്നൊന്നുമില്ല, എൻ്റെ ഖമീസ് ഒന്ന് ഉയർത്തി കാണിച്ചാൽ മതി. എൻ്റെ ഈ നിലയിൽ കനലുകളിൽ ഇട്ട് വലിക്കുന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും ഉരുകി ഒലിച്ച മാംസവും മറ്റുമൊക്കെയായി ആ ഭാഗം ഒരു കുഴി പോലെയായി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിൻഭാഗം ഒരു കുഴി പോലെയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സദസ്സിന്റെ മുമ്പിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഖമീസ് ഉയർത്തി കാണിച്ചു. ഇത് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ അവരുടെ ഈമാൻ നന്നാക്കാൻ വേണ്ടി, അവരുടെ അമല് നന്നാക്കാൻ വേണ്ടി, അവരുടെ ഇസ്ലാം നന്നാക്കാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉപമയാണ്, ഉദാഹരണമാണ്. എന്താ നിങ്ങൾ അള്ളാഹ് ചോദിക്കുക, എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ മൂമിനായി, ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം നിസ്കരിച്ചു, നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ചെറിയ ചെറിയ അമലുകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങൾ അങ്ങ് വെറുതെ വിടുമെന്നാണോ? അല്ല, നിങ്ങൾ അതിന്റെ പേരിൽ സ്വർഗവാസികളാകുമെന്നാണോ? അല്ല. വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അവറുകൾ കഅബയുടെ പരിസരത്ത് അതിന്റെ തണൽ പറ്റിയിരിക്കുന്ന റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നുകൊണ്ട്, നബിയേ, ഇനി സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, അല്ലേ, ഇനി സഹിക്കാൻ കഴിയുന്നില്ല, എത്രയാ ഞങ്ങൾ സഹിക്കേണ്ടത്, സഹിക്കാൻ കഴിയുന്നില്ല. ഇത് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആവേശത്തോടെ ഇങ്ങനെ നിവർന്നിരുന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഖബ്ബാബേ റളിയല്ലാഹു അൻഹു, നമുക്ക് മുമ്പ് ചില സമൂഹങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. നമുക്ക് മുമ്പ് ചില ആളുകൾ നമ്മൾ നടക്കുന്ന യാത്രയിൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നുപോയി. അവരുടെ ആ യാത്രയിൽ അവരനുഭവിച്ച ത്യാഗങ്ങൾ അറിയുമോ? അവരിൽ ചില ആളുകളുടെ ശരീരത്തെ 2 കഷ്ണമായി വാളുകൊണ്ട് പിളർക്കപ്പെട്ടു. 2 വാളുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു വലിയ മരക്കഷ്ണം, ഒരു തടി, അതിനെ നെടുകെ പിളർക്കുന്നത് പോലെ അവരുടെ ഉച്ചിത്തല മുതൽക്ക് കാലുവരെ വാളുകൊണ്ട് അവരുടെ ശരീരത്തെ പിളർത്തപ്പെട്ടു. അവരിൽ ചില ആളുകളെ ചീർപ്പുകൊണ്ട്, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് തലയും ശരീരവും ഒക്കെ ഇങ്ങനെ വാർന്നെടുക്കപ്പെട്ടു. പച്ചയായ ജീവനോടുകൂടി ചുട്ടുപൊള്ളുന്ന അഗ്നികുണ്ഡത്തിലേക്ക് അവരെ എടുത്തു ചാടാൻ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെയൊക്കെ സഹിച്ച് പടുത്തുയർത്തിയ പരിശുദ്ധ ഇസ്ലാം, അങ്ങനെയൊക്കെ അധ്വാനിച്ച് സ്വർഗവാതിലേക്ക് നടന്നുപോയ നമ്മുടെ മുൻഗാമികൾ, അവരുടെ മാർഗത്തിൽ നമ്മളും കുറച്ച് ത്യാഗം ചെയ്തിട്ടല്ലാതെ ഖബ്ബാബേ, നമുക്കങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവേശത്തോടുകൂടി ആ സഹാബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങളും കഴിഞ്ഞകാല ത്യാഗങ്ങളും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് ഇപ്രകാരം അരുളി, ഖബ്ബാബ്, ഓർമ്മ വെക്കണം, ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ ഇസ്ലാമാകുന്ന സൗഭാഗ്യത്തെ കുറച്ച് ത്യാഗത്തോടു കൂടിയാണെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ താമസിയാതെ ഒരു കാലം വരും. അന്ന് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, താമസിയാതെ ഒരു കാലം വരും. യമനിന്റെ സൻആ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും ഒരു പെണ്ണ് ഒറ്റയ്ക്ക് മക്കത്തേക്ക് കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അവളുടെ ശരീരത്തിൽ നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. സൻആയിൽ നിന്നും മക്ക വരെ യാത്ര ചെയ്യുന്ന ഈ പെണ്ണിന് ഒരു പക്ഷേ തന്നോടൊപ്പമുള്ള ആട്ടിൻപറ്റങ്ങളെ ഉപദ്രവിക്കാൻ
ചെന്നായി വരുമോ എന്ന് മാത്രം ഭയപ്പെട്ടാൽ മതി. അത്രത്തോളം മാനസികമായ അമ്നും അമാനും നൽകുന്ന ഒരു നല്ല ജീവിതത്തെ, ഒരു നല്ല രാഷ്ട്രത്തെ, ഒരു നല്ല ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തരും. ഇന്ന് നമുക്ക് കുടിക്കാനില്ല എന്നുള്ളത് ശരിയാണ്, ഇന്ന് നമുക്ക് ഉണ്ണാനില്ല, ഉറങ്ങാനില്ല, ഉടുക്കാനില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഈ പരിശുദ്ധമായ ദീനിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ, ഈ പരിശുദ്ധമായ ദീനിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ, ആ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് സമാധാനം തരും, സമാധാനം തരും, സന്തോഷം തരും, അധികാരം തരും. അല്ലാഹ് പറയാ, അധികാരം തരും. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. അല്ലാഹു നമുക്ക് ഭൂമിയിൽ അധികാരം. ഇന്ന് അൽഫാമിന്റെ പുറത്ത് കടന്നിങ്ങനെ വെന്തുരുകാനാണ് നമ്മുടെ വിധിയെങ്കിൽ, നാളെ താമസിയാതെ ഒരു കാലം വരും, അന്ന് നമ്മൾ തഖ്തുകളിൽ ഇരുന്നു കൊണ്ട്, പീഠങ്ങളിൽ ഇരുന്നു കൊണ്ട്, കിരീടം അണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെയും ലോകത്തെയും രാഷ്ട്രത്തെയും ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, അതിന്റെ സാക്ഷാത്കാരമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ അന്നത്തെ വലിയ വിസ്തൃതമായ സാമ്രാജ്യത്തെ ഭരിച്ചുകൊണ്ട് അതിന്റെ അധിപനായി പീഠത്തിൽ ഇരിക്കുന്നിടത്ത് ഹബ്ബാബിനെ സദസ്സിൽ നിന്ന് വിളിക്കുന്നു റളിയല്ലാഹു അൻഹു. ഈ നിൽക്കുന്ന ഹബ്ബാബിനെയും അദ്ദേഹത്തിന്റെ പിൻഭാഗത്തുള്ള മുറിവിന്റെ ലക്ഷണങ്ങളെയും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ മുറിവുകൾ പഴയകാല ഇസ്ലാമിന്റെ മുഖപ്പതിപ്പാണ്, മുഖമുദ്രയാണ്. ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖലോലുപത ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹു നമുക്ക് തന്ന ഫുതൂഹാത്താണ്, അനുഗ്രഹമാണ്. ഇത് രണ്ടും മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങളായ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നമ്മൾ വെറുതെ വാക്കുകൊണ്ട് മുസ്ലിമായ പോരാ, ചെറിയ ചെറിയ അമലുകളിലൂടെ, ആചാരങ്ങളിലൂടെ മുസ്ലിമാണെന്ന് അഭിമാനിച്ചാൽ പോരാ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇസ്ലാമിനെ നമുക്ക് പൂർണ്ണമായ നിലയിൽ ആചരിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. നമ്മുടെ വാക്കുകൾ നന്നാകണം, പ്രവൃത്തികൾ നന്നാകണം, സ്വഭാവം നന്നാകണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നമസ്കാരം നന്നാകണം, നോമ്പ് നന്നാകണം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ നന്നാകണം, കുടുംബജീവിതം നന്നാകണം, നമ്മൾ മറ്റുള്ളവരുമായുള്ള ഇടപാട് നന്നാകണം, സത്യസന്ധതയോടുകൂടി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. പരിശുദ്ധ റമദാൻ അള്ളാഹു നമുക്ക് തന്നത് ഈ നിലയിൽ അടിമുടി നമ്മളെ ഒരു നല്ല മുസ്ലിമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു നല്ല മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ നോമ്പിന്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഈ ദിവസങ്ങളിലൂടെ നമ്മൾ വെറുതെ പ്രസംഗിച്ചിട്ടും അത് പറഞ്ഞിട്ടും അത് കേട്ടിട്ടും സമയം കളയലല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ കുറച്ചും കൂടി ഇഖ്ലാസോടുകൂടി ശക്തിപ്പെടുത്തണം. പകലിന്റെ നോമ്പിലും രാത്രിയിലെ നമസ്കാരങ്ങളിലും നമുക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. അള്ളാഹുവിനെ അധികമായി ദിക്ർ ചെയ്യണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, തൗബ വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് പടച്ചവന്റെ മുമ്പിൽ ഇരുന്ന് ആത്മാർത്ഥമായി കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യണം. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ നമ്മൾ മുടങ്ങാതെ സൂക്ഷിക്കണം. പരമാവധി സമയം പള്ളിയിൽ വന്നിരിക്കാൻ ശ്രമിക്കണം. ഖുർആൻ അധികമായി ഓതാൻ ശ്രമിക്കണം. നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞുങ്ങളോട്, മക്കളോട്, പെണ്ണുങ്ങളോട് ഇത്തരം അമലുകളെ കുറിച്ച് നമ്മൾ പറയണം. ഇബാദത്തുകളിൽ നമ്മൾ അവർക്ക് പ്രേരണ നൽകണം. നമ്മുടെ മക്കളുടെ ജീവിതം പാഴാകരുത്, പെണ്ണുങ്ങളുടെ ജീവിതം പാഴാകരുത്, നമ്മുടെ സമയം പാഴാകരുത്, നമ്മുടെ ആയുസ് പാഴാകരുത്. നമുക്കൊക്കെ നേടിയെടുക്കാനുള്ള സ്വർഗം വളരെ വലുതാണ്, അതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്ന സമയം വളരെ ചെറുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനിനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ മാറ്റത്തിന് ഈ റമദാൻ വഴിയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനിനെ നല്ല നിലയിൽ ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വന്നുപോയിട്ടുള്ള എല്ലാ പിഴവുകളും അബദ്ധങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവരുടെ ഒക്കെ കടങ്ങളെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അവസാനം ഈമാനോടുകൂടി മരിപ്പിച്ച് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ